ഇന്ന് ഊണിനൊരു മീൻ കറിയാണ് തേങ്ങ അരച്ചത്. ഇന്ന് കിട്ടിയ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിളിവരണ്ടായും പിന്നെ കുറച്ച് മിക്സഡ് മീനും ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെയാണ്. ഇപ്പോൾ തീ നല്ല കത്തുന്നില്ല. നല്ല ഊതി കൊടുത്തപ്പോഴത്തേക്ക് തീ നല്ല കത്തി. നമ്മുടെ മീനെല്ലാം റെഡിയാക്കി വെച്ചേക്കുകയാണ്. ഇപ്പം അരപ്പ് തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ എടുത്തിട്ട്, ഇത് വറക്കാനുള്ള മീനും ഇത് കറി വയ്ക്കാനുള്ള മീനുമാണ്. തിളച്ചതിന് ശേഷം അരപ്പ് തിളച്ചപ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കിളിവരണ്ട മീനും പിന്നെ മിക്സഡ് മീനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മീനാണ്. അതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നല്ല ഉണ്ടമുളക് വരിയുള്ള മണമുള്ള മുളക് കൂടി ഇട്ടു അടച്ചു വെച്ചു. ആ സമയം കൊണ്ട് ഒരു തേങ്ങ ചമ്മന്തി റെഡിയാക്കി കേട്ടോ. ചമ്മന്തി റെഡിയാക്കി അതിനുശേഷം മീൻ കറക്റ്റ് റെഡിയായി. ഇനി രണ്ടുമൂന്ന് പപ്പടം പൊള്ളിച്ചതിന് ശേഷം അതിൽ തന്നെ നമ്മുടെ ആ കിളിവരണ്ട മീൻ വറുത്തു. അപ്പം ഊണിനുള്ള പരിപാടികളെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ അച്ഛനെ ഒന്ന് കുളിപ്പിക്കണം. അച്ഛൻ കുളിച്ചതിന് ശേഷം അച്ഛൻ സിന്തോളിൻ്റെ പൗഡറൊക്കെ ഇട്ട് സെറ്റായി കുട്ടപ്പനായി ഷർട്ടുമൊക്കെ ഇട്ട് ചോറിടാനായിട്ട് റെഡിയായി. അപ്പോൾ ഇന്ന് അച്ഛനുള്ള ആഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറും നല്ല തേങ്ങ അരച്ച മീൻ കറി, കിളിവരണ്ട മീൻ വറുത്തതും പിന്നെ തൈരും. ഇതാണ് ഇന്ന് അച്ഛൻ്റെ ഉച്ചഭക്ഷണം. മീൻ കറിക്ക് ചൂട് കാണുമെന്ന് പറഞ്ഞു. കഴിച്ചോ? ഇന്ന് കിളിവരണ്ടെന്ന് പറഞ്ഞ മീനാണ് മേടിച്ചത്. 1/2 കിലോ മേടിച്ചു. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് മറ്റേ മിക്സഡ് മീനുണ്ട്. കിളിവരണ്ടയും മിക്സഡ് മീനും കൂടെ കറി വെച്ചു. പിന്നെ കിളിവരണ്ട മീൻ വറക്കുകയും ചെയ്തു. പിന്നെ തേങ്ങാ ചമ്മന്തി അരച്ച് ചമ്മന്തി കണ്ടെടുത്ത് പോകും. അച്ഛെല്ലാം കൊണ്ട് മിക്സ് ചെയ്യും. പകല് നല്ല ചൂടുണ്ട്, രാത്രിയിൽ തണുപ്പ്. ഉച്ചയായപ്പോഴും അച്ഛനെ കുളിപ്പിച്ച്, രാവിലെയൊക്കെ തണുപ്പുണ്ടായതുകൊണ്ട് ഉച്ചയ്ക്കൊന്ന് കുളിപ്പിച്ചു, ഡ്രസ്സൊക്കെ മാറ്റി. അച്ഛൻ കൈലിയൊക്കെ ദിവസം 2-3 പ്രാവശ്യം മാറും. കാരണം കൈലിയിലൂടെ അച്ഛനങ്ങ് മൂത്രമൊഴിക്കും. നേരത്തേക്ക് മുറിയിലൊക്കെ ഒഴിക്കുമെങ്കിലും ഇപ്പോൾ അതറിയത്തില്ല. അപ്പോൾ കൈലിയിൽ കൂടെ ഒക്കെ അങ്ങ് ഒഴിക്കുക. അച്ഛനറിയത്തുള്ളൂ. പിന്നെ അപ്പോൾ കൈലി എപ്പോഴെപ്പോഴും മാറണം. ചില സമയത്തുള്ള ദിവസങ്ങളിലേ ഉള്ളൂ. ചില ദിവസം ഒഴിക്കും, ചില ദിവസം ബാത്റൂമിൽ പോയി ഒഴിക്കും. ഈ മറവി ഉണ്ടായിരിക്കും ഇങ്ങനെ. ഇല്ലേ അച്ഛാ? ഇല്ലയോ? ഞാൻ പറഞ്ഞ കേട്ടോ? നമുക്ക് മൂത്രം ഒഴിക്കണമെങ്കിൽ ബാത്റൂമിൽ പോയി ഒഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഇന്നച്ച ഒഴിച്ചിട്ടില്ല, കുഴപ്പമില്ലായിരുന്നു. എന്തോ കൊടുക്കുന്ന കാര്യം പറഞ്ഞു, എന്തോ എനിക്ക് മനസ്സിലായില്ല. മോരൂടെ ഒഴിച്ചേക്കട്ടെ, തൈരും കൂടെ. ചമ്മന്തി ഉണ്ട്, ചമ്മന്തി ശകലം ഒഴിക്കാം. ചിലർ പറയും മോനല്ല മോരും മീനും വിരുദ്ധകാരമാണ്. നമ്മളങ്ങനെ നോക്കത്തൊന്നുമില്ല. നമ്മളൊക്കെ മീൻ ചാറിനകത്തൊക്കെ ഒഴിച്ച് കഴിക്കാറുണ്ട്. പെട്ടെന്ന് ചമ്മന്തി കൊണ്ടാണ് ചമ്മന്തിക്കകത്ത് കുറച്ച് ഒഴിച്ചു കൊടുത്തു. ചാര ഒഴിച്ചുള്ളൂ അല്ലേ? കഴിക്കുക. മീൻ വറുത്ത മീൻ ഭക്ഷണം കൂടെ എടുക്കണേ. അതെടുത്തു നല്ലേ, അവിടെ എടുത്തു കേട്ടോ. അത് മീൻ വറുത്തോടെ എടുക്കണേ. അത് വെള്ളം ഒരു സംഭവം മറന്നു വെച്ചാൽ പപ്പടം ഞാൻ മറന്നു കേട്ടോ. പപ്പടം ഞാൻ കാച്ചി പാത്രത്തിൽ വെച്ചിട്ട് മറന്നുപോയി. അത് പപ്പടം, അത് മീൻ വറുത്തത്, അത് വെച്ചു. ഇത് ഈ പപ്പടം കഴിച്ചോണേ. വിട്ടുപോയി. പപ്പടം എല്ലാം പൊട്ടിച്ചു. ചാ മീനോട് കഴിക്കാം. ചാ ഈ മീനോട് എടുത്ത് കഴിക്കും. നടിയിരിക്കുന്നത്. പിന്നെ ആ മീനോട് കഴിക്കും. പിന്നെ കഴിച്ച് കഴിയാറായി. കഴിച്ചിട്ട് അച്ഛൻ്റെ ഉച്ചക്കാലത്തെ ചാപ്പാട്, ചോറും മീൻകറി, പപ്പടം, മീൻ വറുത്തത്. ഓക്കെ 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 പറ. ഓക്കെ.
ഓക്കെ ഓക്കെ അച്ഛാ കഴിക്കട്ടോ. ആയിക്കോട്ടെ, നല്ലതായിരിക്കും. ഓക്കെ അച്ഛാ ഓക്കെ.